അസ്സലാമലൈക്കും. നമസ്കാരം ചങ്കളെ. സിദ്ദീഖ് വണ്ടൂരാണ്. ഇതുപോലെ ഒരു ചിക്കൻ കറി ഉണ്ടാക്കി നോക്കി നോക്കൊണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചിക്കൻ എപ്പോഴും തൊലിയുള്ളതാണ് നമ്മളെ ശരീരത്തിന് ഏറ്റവും നല്ലത്. ഈ ചിക്കനൊന്ന് വെട്ടി കേക്ക് വൃത്തിയാക്കി അത് മാറ്റി വെക്കുക. അതിലോട്ട് ഞാൻ ഉള്ളി, തക്കാളികൾ, ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, 2 ചെറിയ തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ തൊലി കളഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇഞ്ചി തന്നെ വലിയ പീസ്, തക്കാളി, ഉള്ളികളൊക്കെ വലിയ വലിയ പീസാക്കി. ഇനി ഗ്യാസും ഒരു പാത്രം വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അത് ചൂടായിട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവങ്ങൾ ഇടണമെങ്കിൽ ഇട്ടാൽ മതി. കാരണം എന്താ വെച്ചാൽ ഉലുവനെ ഷുഗറിന് ഭയങ്കര പേടിയാണ്, അടുത്തോട്ട് വരില്ല. കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. എൻ്റെ അടുത്ത് ഇല്ലാഞ്ഞിട്ടാണ്. എന്നിട്ട് ആ ഉള്ളി, തക്കാളി കട്ട് ചെയ്തൊക്കെ അതിലോട്ട് ഇട്ട് കൊടുത്ത് പാകത്തിന് ഉപ്പിട്ട് കൊടുത്ത് ഒരു 50% ഒന്ന് വേവിച്ചെടുക്കുക. ഒരു 50% വേവായിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുക. ഇത് തണുത്ത് കഴിഞ്ഞിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. ആ സമയത്ത് ആ പാത്രം തന്നെ ഗ്യാസ് വെച്ചിട്ട് കുറച്ച് എണ്ണ വെച്ച് കൊടുക്കുക. എണ്ണ ചൂടാകുന്നതിൻ്റെ മുന്നേ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണമൊക്കെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടുവോളം ഇളക്കി കൊടുത്തിട്ട് ആ ചിക്കന് അതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 സ്പൂൺ ഗരം മസാല, ഒരു 1/2 സ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി അതിട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി മിക്സാക്കിയിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക. ആ സമയത്ത് നമുക്കതൊന്ന് ഉള്ളി, തക്കാളി, വെളുത്തുള്ളിയൊക്കെ ഒന്ന് അരച്ചെടുക്കാം. ഇതൊരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് അരച്ചെടുക്കുക. അണ്ടിപ്പരിപ്പ് ഇടണം കേട്ടോ, അത് ഞാൻ മറന്നുപോയി. ഒരു 4 അണ്ടിപ്പരിപ്പ് കൂടി ഇട്ടിട്ട് ഒന്നുകൂടി അരച്ചെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ആ ചിക്കനിലോട്ട് അത് ഒഴിച്ച് കൊടുക്കുക. ആ ജാറൊന്ന് ചുഴറ്റിയിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഗ്രേവി ഒന്നും കൂടി വേണമെന്നുണ്ടെങ്കിൽ, അതായത് കറി ഒന്നും കൂടി വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ നല്ല ഗ്രേവിയോട് കൂടി കിട്ടും. എന്നിട്ടൊരു 10 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കിയിട്ട് ഒന്ന് അടച്ചു വെക്കുക. ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. മുളക് പൊടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടുകൊണ്ട് കേട്ടോ. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. ഗ്യാസ് ഓഫ് ചെയ്യുക. മുളക് പൊടി ഞാൻ യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് കളറിന് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തോളൂ. ആ മസാലയുടെ കൂടെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. നല്ല ഗ്രേവിയോട് കൂടിയുള്ള ഒരു കറി കിട്ടും.